Hi friends, Assalamualaikum. Welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫ്ലവേഴ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല. മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പൂക്കൾ തരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം പൂച്ചെടികൾ നമ്മൾ നട്ടു വളർത്തുന്നവരാണ്. അപ്പോൾ എൻ്റെ ഈ പൂക്കളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ധാരാളം പൂക്കൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ കാണുക, അഭിപ്രായം പറയുക. പലവിധ വർണ്ണങ്ങളോട് കൂടിയവയാണ് ഫ്ലവേഴ്സ്. അതുപോലെ നല്ല മണവും അതുകൊണ്ട് തന്നെയാവാം നമുക്ക് കൂടുതൽ ആകർഷണീയമായി തോന്നുന്നത്. നമ്മൾ കേരളീയർ കൂടുതലായിട്ടും ഓണക്കാലത്തൊക്കെയാണ് ഫ്ലവേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ അമ്പലങ്ങളിലും പള്ളികളിലുമുള്ള ചില പ്രത്യേക പ്രാർത്ഥനകളിലും ഫ്ലവേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫ്ലവേഴ്സ് ധാരാളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പല കാര്യത്തിനും മെഡിസിനായിട്ട് പോലും ഫ്ലവേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പണ്ട് കാലത്ത് ഒക്കെ ആണെങ്കിൽ മുല്ല, തെച്ചി, ചെമ്പകം, തുമ്പ, അതുപോലെ ചെമ്പരത്തി പോലുള്ള പൂക്കളായിരുന്നു നമ്മൾ കൂടുതലായിട്ടും വളർത്തിയിരുന്നത്. എങ്കിലിപ്പോൾ കൂടുതലായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ നമ്മൾ വളർത്തി തുടങ്ങി. നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. റോസിനൊക്കെ നല്ല ഒരു പ്രാധാന്യം തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത്. സൺഫ്ലവർ പോലുള്ള പൂക്കളിൽ നിന്ന് എണ്ണകൾ വരെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. എണ്ണകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. ഭക്ഷണത്തിൽ പോലും നമ്മൾ ചേർക്കാറുമുണ്ട്. ഈ റോസിൽ നിന്നൊക്കെ പലതരം എസൻസൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൂക്കൾ വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കേരളത്തിലെ കാലാവസ്ഥയിൽ പൂക്കൾ നന്നായിട്ട് വരുന്നതാണ്. ധാരാളം മഴയും അതുപോലെ വെയിലും ഒരേപോലെ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാവാം കൂടുതലായിട്ട് പൂക്കൾ കണ്ടുവരുന്നത് കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ തോട്ടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും പൂക്കളുള്ളത്. എൻ്റെ ഈ പൂക്കളുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ വേണം ഇനാബിൾ ചെയ്ത് വെക്കാനായിട്ട്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പൂക്കളുടെ ബ്ലൂമിങ്ങിലും കാലാവസ്ഥകളിലനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതാണ്. ചില പൂക്കൾ വേനൽക്കാലത്തും ചിലത് മഴക്കാലത്തും ചിലത് വർഷത്തിലൊരിക്കലും അങ്ങനെയൊക്കെയാണ് പൂക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.